ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ശരി പറയുന്നതിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം. തെങ്ങും റബ്ബറും ഒരു കോഴി ഫാമുമായി ഒരു അടിപൊളി തോട്ടം വിൽപ്പനക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം. ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ പുലാപ്പറ്റ വില്ലേജിലാണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 1 ഏക്കർ 71 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഈ 1 ഏക്കർ 71 സെൻറ്റ് സ്ഥലവും ഫുൾ പറമ്പ് തന്നെയാണ്. ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. ആ 1 കിലോമീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത്. അതിൽ 900 മീറ്റർ ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡും ഒരു 100 മീറ്റർ ദൂരം മണ്ണ് റോഡുമാണ് ഇതിലേക്കുള്ളത്. ഏകദേശം 75 മീറ്ററോളം റോഡ് ഫ്രണ്ടേജുള്ള നല്ലൊരു ഭൂമി തന്നെയാണിത്. ഈ സ്ഥലം നിരന്ന സ്ഥലം തന്നെയാണ്. ചെരുവ് എന്ന് പറയാനില്ല, എങ്കിലും വളരെ ഒരു ചെറിയൊരു ചെരുവ് മാത്രമേ ഉള്ളൂ. ഇതിൽ റബ്ബറും തെങ്ങും അതുപോലെ തന്നെ കാപ്പി, പിന്നെ ഒരു കോഴി ഫാം, ഇവയെല്ലാമാണ് ഉള്ളത്. ഇതിൽ 150ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളുണ്ട്. അത് 4ാം വർഷമാണ് ടാപ്പിംഗ് ചെയ്യുന്നത്. ഇത് മുഴുവനായി ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും ആവറേജ് 15 ഷീറ്റുകളോളം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 28ഓളം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകൾ ഉള്ളതാണ്. കൂടാതെ 100ഓളം കായ്ച്ചുകൊണ്ടിരിക്കുന്ന കാപ്പി തൈകളും, പിന്നെ പ്ലാവ്, മാവ്, പുളി, കൊക്കോ, കുറച്ച് പലജാതി മരങ്ങൾ, ഇവയെല്ലാം ഇതിൽ ഉള്ളതാണ്. പിന്നെ ഇതിൽ ഒരു വീട് കൂടി ഉള്ളതാണ്. വീട് മേൽക്കൂര ഒന്ന് റിപ്പയർ ചെയ്ത് എടുക്കണം എന്ന് മാത്രം. 2 ബെഡ്റൂമുള്ള ഒരു വീടാണ്. 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണും ആണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇതിൽ 3000ഓളം കോഴി വളർത്തുന്ന ഒരു കോഴി ഫാമും ഇതിലുണ്ട്. ഈ കോഴി ഫാമിനോട് ചേർന്നും ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിൽ ചെറിയൊരു വീടുണ്ട്. പിന്നെ ഇതിൽ മീൻ വളർത്തിയിരുന്ന ഒരു കുളം കൂടിയുണ്ട്. അതിൽ ഇപ്പോൾ മീൻ വളർത്തുന്നില്ല. ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ്. ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട്. അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൊണ്ടും നല്ല വരുമാനമുള്ള ഒരു സൂപ്പർ സ്ഥലം തന്നെയാണിത്. ഇതിൽ കോഴി ഫാം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇനി വേണമെങ്കിൽ ആട് ഫാമോ അല്ലെങ്കിൽ പശു ഫാമോ ഇവയെല്ലാം ഇതിൽ തുടങ്ങാവുന്നതാണ്. ഈ 75 മീറ്ററോളം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ 1 ഏക്കർ 71 സെൻറ്റ് സ്ഥലം ഭാവിയിൽ പ്ലോട്ടുകളാക്കി തിരിക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇതിലുള്ള വീട് റിപ്പയർ ചെയ്ത് താമസിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും 1.25 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. സ്കൂളിലേക്കാണെങ്കിൽ 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ 1 കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ 2.5 കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത്. അതുപോലെ തന്നെ 1.5 കിലോമീറ്ററിനുള്ളിൽ തന്നെ പലവിധ ബാങ്കുകൾ, ഹോസ്പിറ്റലുകൾ, പോസ്റ്റ് ഓഫീസ്, പെട്രോൾ പമ്പുകൾ ഇവയെല്ലാം തന്നെ ഉള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല വരുമാനമുള്ള അടിപൊളി 1 ഏക്കർ 71 സെൻറ്റ് സ്ഥലം. ഇതിന് സെൻറ്റിന് വെറും 30,000 രൂപ മാത്രമാണ് ഓണർ പറയുന്നത്. അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ്. നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ 1 ഏക്കർ 71 സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം.
അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്താണെന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.